നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ശേഖരപുരം ജംഗ്ഷൻ അടുത്തുള്ള P2V വെജ് റെസ്റ്റോ കഫേയിലാണ്. ഒരുപാട് നാളായിട്ട് ഈ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ എന്തായാലും ഈ ഒരു കടയിൽ വന്ന് ഫുഡ് കഴിക്കണം എന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനിവിടെ എത്തി. നമുക്ക് എന്തായാലും അകത്ത് നോക്കാം. ഇവിടെയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ ഹട്ട് പോലെയാണ് ഇവരിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇരിക്കാനായിട്ട് ബെഞ്ചാണ്, ചെയറല്ല. ഇവിടെ ഒരു കോലം പോലെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്ത് കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റിയും ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഈ ഒരു ലേ ഔട്ട് നോർമലി പാലക്കാട് അങ്ങനെ കണ്ടുവരുന്ന ഒരു തരം റെസ്റ്റോറൻറ്റ് കൺസ്ട്രക്ഷൻ അല്ല. പ്യൂർ വെജ് റെസ്റ്റോ കഫേ. ഇപ്പോൾ ഇത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് ഇവർ ഇട്ടിരിക്കുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് പനീർ പാൽ പൊറോട്ടയും ഇവരുടെ ചൈനീസ് താലിയും ട്രൈ ചെയ്യാം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഓർഡർ കൊടുത്ത് എവിടെയാണ് കുറച്ച് ലൈറ്റിങ് കറക്റ്റായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാനൊന്ന് അവിടെ പോയി ഇരുന്ന് സെറ്റിൽ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. 2023 എന്ന ഒരു ഇയർ കൂടി അരവീസ് ബ്ലോഗ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇനി വരുന്നത് 2024 ആണ്. അപ്പോൾ 2023 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. പേഴ്സണലി ആയാലും ശരി, എൻ്റെ പ്രൊഫഷണലായാലും ശരി, ഭയങ്കര ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് ചാനലിലേക്ക് പണ്ടുണ്ടായിരുന്ന പോലെയുള്ളൊരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്തത്. പക്ഷേ ഇപ്പോൾ ഡിസംബറിൽ തന്നെ നമ്മൾ ഏകദേശം റെഗുലറായിട്ട് കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും 2024 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് വെറൈറ്റി സീരീസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പാലക്കാട് മാത്രമല്ലാതെ നമ്മളുടെ വീഡിയോസിൻ്റെ എന്താ പറയുക, കണ്ടൻറ്റ് കുറച്ചുകൂടി റീച്ച് കൂട്ടാനായിട്ട് നമ്മൾ കേരളത്തിൻ്റെയും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയും പല സ്ഥലങ്ങളിലേക്കും ട്രാവൽ ചെയ്ത് പോയി അവിടെയുള്ള വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡ്സ് എക്സ്ക്ലൂസീവായിട്ട് കവർ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. അത് മാത്രമല്ല, നമ്മളുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ള പിസ്സ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാലക്കാട് ഏറ്റവും നല്ല പിസ്സ ഏതാണ്, ബഡ്ജറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല പിസ്സ എവിടെ നിന്നാണ് എന്നുള്ളൊരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി, ഒരു വേരിയേഷൻ പോലെ പാലക്കാട് ഏറ്റവും നല്ല കേക്ക്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ബർഗർ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഗീ റോസ്റ്റ്, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് എവിടെയാണ് കിട്ടുന്നത്, അതുപോലത്തെ ഒരു സീരീസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട്, ഇത്രയും കാലം നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തന്നു, ഇനിയും ആ സപ്പോർട്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ദയവായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ആ ക്ലിക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള എനിക്ക് ഉള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ പ്ലീസ് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്. ഇവിടെ ചെറിയ രീതിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ നല്ല വ്യൂ ഉണ്ട്. കുറച്ച് രാത്രിയൊക്കെ ആവുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് ഉണ്ടാവും തോന്നുന്നു. മഴ സമയത്തൊക്കെ ശരിക്കും ഒരു ചൂട് കോഫി കുടിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഫുഡ് എങ്ങനെയാണ് നോക്കട്ടെ. ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞ് നല്ല ഫുഡാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെൻ്റെ ഒരു ഹാങ് ഔട്ട് സ്പോട്ടാകും. കാരണം ആംബിയൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫുഡ് നല്ലതാണെങ്കിൽ പാലക്കാട് സത്യം പറഞ്ഞാൽ വെജിറ്റേറിയൻ ഫുഡ്, നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ വളരെ അധികം കുറഞ്ഞു വന്നിരിക്കുകയാണ്. പണ്ടുണ്ടായിരുന്ന ക്വാളിറ്റി ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയേണ്ടത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന്. നിങ്ങൾക്ക് അതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം പണ്ട് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് പോയി കഴിച്ചുകൊണ്ടിരുന്ന പല സ്ഥലത്തും ഇപ്പോൾ ആ പഴയൊരു ഫുഡിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് പല സ്ഥലത്തും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അപ്പോൾ തന്നെ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെപ്പോഴും അവർക്ക് സജഷൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് കൊടുത്താൽ മാത്രമേ അവർക്ക് ബെറ്റർ ആകാൻ പറ്റൂ. ഇപ്പോൾ നല്ല ഫുഡ് കിട്ടിയില്ല, ചീത്ത ഫുഡാണ്, നമ്മൾ അവരോട് കുറച്ച് ബഹളം വെച്ച് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിനെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്താ പറയുക, അതിൽ ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ് കിട്ടും. അത് ഞാൻ എന്തായാലും ഫുഡ് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ആദ്യത്തെ സാധനം വന്നു. മൺചട്ടിയിൽ മുമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് പനീർ പാൽ പൊറോട്ടയാണ്. പാൽ പൊറോട്ടയുടെ ഒരുപാട് വേരിയേഷൻസ് നമ്മൾ കണ്ടു. ബട്ട് അത് മോസ്റ്റ്ലി എല്ലായിടത്തും ചിക്കൻ, ബീഫ് അല്ലെങ്കിൽ നോർമൽ വെജിറ്റേറിയൻ പാൽ പൊറോട്ട ആയിരിക്കും. ബട്ട് ഇത് പനീർ പാൽ പൊറോട്ട. എനിക്ക് തോന്നുന്നു ഏകദേശം പാലക്കാട് ഇവിടെ മാത്രമേ ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ മെനുവിൽ. വേറെ ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയാം. എനിക്കറിയില്ല. സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി ഞാനത് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ കൊണ്ടുവച്ചപ്പോൾ തന്നെ ശരിക്കും ആ ഒരു വറുത്ത ഉള്ളിയുടെ മണമാണ് കിട്ടിയത്. ഈ ഒരു ഫ്രൈഡ് ഓണിയൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് കാഷ്യൂ നട്ട്സ് ഉണ്ട്. 2 പൊറോട്ടയാണ്. 2 പൊറോട്ടയ്ക്ക് നടുക്ക് ആ പനീറിൻ്റെ മസാല അവർ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് കൊണ്ടുവച്ചപ്പോൾ കിട്ടിയ ഒരു ഫ്രൈഡ് ഒണിയൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇതിലെ പനീർ മസാല അത്യാവശ്യം സ്പൈസിയാണ്, നല്ല ഫ്ലേവർ ഉണ്ട്. പക്ഷേ എൻ്റെ കംപ്ലയിൻറ്റ് ഈ പൊറോട്ടയെക്കുറിച്ചാണ്. പൊറോട്ട പഴയ പൊറോട്ടയാണ്, ഫ്രഷ് പൊറോട്ടയല്ല. ആ ഒരു കുറച്ച് റബ്ബർ പോലെയുള്ള പൊറോട്ട. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് സോക്കാകുമ്പോൾ പൊറോട്ട സോഫ്റ്റ് ആയിക്കോളും. പക്ഷേ ഈ സൈഡിലൊന്നും ഈ മസാലയോ അല്ലെങ്കിൽ ഇതിലൊരു കോക്കനട്ട് മിൽക്കാണോ നോർമൽ മിൽക്കാണോ ഒഴിച്ചിരിക്കുന്നത് ഒന്നും അറിയില്ല. ഐ തിങ്ക് കോക്കനട്ട് മിൽക്ക് ആയിരിക്കണം. പാൽപ്പൊറോട്ടയിൽ കോക്കനട്ട് മിൽക്ക് ആണല്ലോ നോർമലി ഒഴിക്കാറ്. പക്ഷേ അതൊന്നും ഈ സൈഡിൽ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ സൈഡൊക്കെ ഭയങ്കര ഹാർഡായിട്ടായിരിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ഉള്ളിയുടെ ഫ്ലേവറും പനീറിൻ്റെ ആ ഒരു ക്രീമിനെസ്സും മസാലകളും എല്ലാം കറക്റ്റാണ്. ബട്ട് ഈ ഒരു പൊറോട്ടയുടെ നല്ല ഫ്രഷ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടയുടെ പുറമെയാണ് ഈ ഗ്രേവി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻറ്റയർ തിങ് നല്ല സോഫ്റ്റ് ആയനെ. ആ ചെറുതായിട്ട് പൊറോട്ടയുടെ ക്രിസ്പി ബിറ്റ്സും ഈ ഒരു മസാലയുടെ ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സൂപ്പർബ് ആയനെ. ഇപ്പം എനിക്ക് ആകെയുള്ള പ്രശ്നം പൊറോട്ടയുടെ ആ ഒരു ടെക്സ്ചറിൻ്റെ ഇഷ്യൂ മാത്രമാണ്. മേലത്തെ പൊറോട്ട കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ താഴത്തെ പൊറോട്ട ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തു. ആ ഫോൾഡ് ചെയ്തപ്പോഴത്തേക്ക് ആ നടുവിലുള്ള പനീർ മസാല ഇപ്പോൾ സൈഡിലേക്കും കൂടെ ആ മസാലയ്ക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ആ സൈഡ് ഹാർഡായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പം നന്നായിട്ടൊന്ന് സോക്കായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞിട്ടുള്ള ചൈനീസ് താലി റെഡി ആകുന്നേ ഉള്ളൂ. അത് കുറച്ച് ലേറ്റാവുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 4-5 ഐറ്റംസ് ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു താലി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മിനിമം ഒരു 4 ഐറ്റം എങ്കിലും വേണം. എന്തൊക്കെയാണ് ഐറ്റംസ് ഒന്നും എനിക്കറിയില്ല. എന്തായാലും വെജ് കഫേ ആയതുകൊണ്ട് തന്നെ എല്ലാം വെജിറ്റേറിയൻ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് വെജ് ചൈനീസ് താലി എന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ ചൈനീസ് താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വെജ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാനിത് ഫിനിഷ് ചെയ്ത് തീരുമ്പോഴത്തേക്കും ചൈനീസ് താലി വരുമെന്ന് തോന്നുന്നു. ഇതിനകത്തുള്ള പൊറോട്ട മൊത്തം കഴിച്ച് കഴിഞ്ഞിട്ടും ഒരുപാട് പനീർ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ ചൈനീസ് താലി വരുന്നുണ്ട്. അപ്പോൾ ചൈനീസ് താലിയിലെ ഐറ്റംസ് 2 ടൈപ്പ് ഫ്രൈഡ് റൈസ്, ഒരു നൂഡിൽസ്, ഇത് ചില്ലി ഗോപിയാണെന്ന് തോന്നുന്നു. അത് പനീർ ചില്ലി അല്ലെങ്കിൽ പനീർ മഞ്ചൂരിയൻ ആയിരിക്കണം. അപ്പം ഞാൻ എന്തായാലും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പനീറിൻ്റെ ക്വാണ്ടിറ്റിയെക്കുറിച്ചാണ്. ആ ഒരു പാൽപ്പൊറോട്ടയിൽ ഏകദേശം ആ മസാലയുടെ 80% പനീർ തന്നെയാണ്. അപ്പോൾ പനീറിനൊന്നും ഒരു കുറവുമില്ല. നോർമലി ഇപ്പോൾ നമ്മൾ പനീർ ബട്ടർ മസാലയൊക്കെ പല സ്ഥലത്തും പോയി ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് 7-8 പീസ് പനീറൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു പനീർ പാൽപ്പൊറോട്ടയിൽ ഒരുപാട് പനീർ അവർ ചേർത്തിട്ടുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഏകദേശം എൻ്റെ വയറ് ഒരു ലെവലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ താലിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അതിന് മുമ്പ് ഈ പനീറൊന്നും ഞാൻ വേസ്റ്റ് ആക്കരുത്, മുഴുവൻ ഞാൻ കഴിച്ച് കഴിയട്ടെ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഐറ്റം വന്ന് ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് ഈ പനീർ നല്ല ചൂടുണ്ട്. ഈ ഗ്രേവി നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. ചില്ലി ഗോപിയും ഫ്രഷാണ്, നൂഡിൽസ് ഫ്രഷാണ്, ഫ്രൈഡ് റൈസ് ഫ്രഷാണ്, ഷെഷ്വാനും ഫ്രഷാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചൈനീസ് താലി ഓർഡർ ചെയ്യുമ്പോഴാണ് ഈ ഓരോ റൈസും അവർ ഈ ക്വാണ്ടിറ്റിയിൽ പ്രിപ്പയർ ചെയ്ത് തരുന്നതെന്ന് തോന്നുന്നു. നോർമലി താലി പറയുന്ന സമയത്ത് എല്ലാം ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. അതിൽ നിന്ന് ഓരോരോ പോർഷൻ എടുത്ത് തരികയാണല്ലോ പതിവ്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ടർ എന്ന് കണക്കാക്കപ്പെടുന്ന ഈ ഗോബി 65 അല്ലെങ്കിൽ ചില്ലി ഗോബി അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് കൊള്ളാമല്ലോ, ദിസ് ഈസ് ക്വൈറ്റ് നൈസ്. ബട്ട് സംഭവം നോക്കൂ, ഈ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ആരുമില്ല. ഞാൻ വരുന്ന സമയത്ത് ആ പുറത്തുള്ള ടേബിളിൽ കുറച്ച് പേര് കോഫി കുടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിവിടെ ആരുമില്ല. മെയിൻ റോഡിൻ്റെ സൈഡിൽ, അതായത് ശേഖരപുരം പോലെയുള്ള ഒരു മെയിൻ ജംഗ്ഷൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ല പാർക്കിങ്ങും ഉണ്ട്. നോർമലി ഞാൻ ഈ റോഡ് വഴി പോകുമ്പോഴേക്ക് ഈ ഒരു കട ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പല സമയത്തും ഈ കട ഓപ്പൺ ആണോ അല്ലയോ എന്ന് വരെ ഡൗട്ട് തോന്നിയ സമയമുണ്ട് എനിക്ക്. അതിൻ്റെ മറ്റൊരു റീസൺ ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എന്തുകൊണ്ടാണ് എനിക്കൊരു ആ ഒരു ഫീലിംഗ് വന്നതെന്ന്. അപ്പോൾ ബാക്ക് ടു ദിസ് ചില്ലി ഗോബി. അന്യായ ടേസ്റ്റ് ഉണ്ട്. ആ ഒരു എണ്ണയുടെ ആ ഒരു ചൊവയോ ഒന്നുമില്ല. മസാലയുടെ ഒരു മണമുണ്ട്, സോൾട്ട് ഉണ്ട്, എല്ലാം കറക്റ്റാണ്, ക്രിസ്പിയുമാണ്, ഫ്രഷാണ്. ദെൻ വൈ, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ കയറി കഴിക്കാത്തത്? ഈ നൂഡിൽസിന് ചെറിയൊരു കളർ വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചു. നോർമൽ നൂഡിൽസ് ഇരിക്കുന്ന പോലെയല്ല, കുറച്ചൊരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്. പൈനാപ്പിൾ ഇട്ട നൂഡിൽസോ? ഈ നൂഡിൽസ് മൊത്തം പൈനാപ്പിളാണ്. ഒരു പൈനാപ്പിളിൻ്റെ മണം എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എവിടുന്ന് ആ പൈനാപ്പിളിൻ്റെ സ്മെല്ല് വരുന്നതെന്ന്. പൈനാപ്പിൾ, ക്യാപ്സിക്കം, ഓണിയൻ, ഇത് യെല്ലോ ക്യാപ്സിക്കം,
ഐ തിങ്ക് ഇത് സിംഗപ്പൂരിയൻ നൂഡിൽസിൻ്റെ ഒരു വേർഷൻ ആണെന്നാണ് തോന്നുന്നത്. നോർമലി നമ്മൾ ഈ സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങിക്കുമ്പോഴാണ് ഈ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള റൈസ് കിട്ടുന്നത്. ഞാൻ എങ്ങനെയാണെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഈ കെച്ചപ്പ് ഞാൻ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമോസയുടെ കൂടെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ഒക്കെ സോസ് കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാത്ത ടൈപ്പ് ആളാണ് ഞാൻ. ആകെപ്പാടെ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കുമ്പോൾ മാത്രമാണ്. ഓക്കെ, നൂഡിൽസ് MSGയുടെ ഒരു കുറവുണ്ട്. ഇത് അജിനോമോട്ടോ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവർ മറ്റേ അജിനോമോട്ടോ യൂസ് ചെയ്യാത്ത ടൈപ്പായിരിക്കും തോന്നുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ടോ നമുക്ക് ഈ ഒരു ചില്ലി പനീറോ പനീർ മഞ്ചൂരിയനോ കഴിച്ചാൽ മനസ്സിലാവും. നോർമലി ഇതുപോലത്തെ ഡിഷുകളിൽ എന്തായാലും MSG ഇട്ടേ പറ്റൂ. ഇല്ല, ഇതിലും അവർ MSG ആഡ് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും ഇവിടെ അത് ചോദിക്കും. ഇവിടെ ചോദിച്ചു, ക്യാഷിലുണ്ടായിരുന്ന ചേട്ടനോട് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇവിടെ അജിനോമോട്ടോ എടുക്കാറില്ല, അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് യൂസ് ചെയ്യാറില്ല. ബട്ട് അതെവിടെയും എഴുതി അവർ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. നോർമലി പല റെസ്റ്റോറൻറ്റ്സും ഞങ്ങൾ അജിനോമോട്ടോ ഉപയോഗിക്കില്ല എന്ന് ഒരു മിനിമം ഒരു 4 ബോർഡെങ്കിലും എഴുതി വെക്കാറുണ്ട്. പക്ഷേ ഇവർ അങ്ങനെ ചെയ്തിട്ടില്ല. കമ്മിങ് ബാക്ക് ടു ദ സിംഗപ്പൂർ നൂഡിൽസ്. അയ്യോ, ഈ സോസ് പാക്കറ്റ് ഇങ്ങനെ പൊട്ടിയേ. ഓ, ഇത് ഓൾറെഡി പൊട്ടിച്ചാണ് അവരെനിക്ക് തന്നത്. ഓക്കെ, ദാറ്റ് ഇസ് വിയേർഡ്. കാരണം ഞാൻ അറിഞ്ഞില്ല അത് പൊട്ടിയിരിക്കുകയാണെന്നുള്ള കാര്യം. നോർമലി കട്ട് ചെയ്തിട്ട് അവർ തന്നിരിക്കുകയായിരുന്നു എനിക്ക്. സാരമില്ല, അത് ടേബിൾ വൃത്തികേടായിപ്പോയി. റൈസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ വെജിറ്റബിൾസ് ആർ ക്രിസ്പ്, ഗുഡ്. MSG മിസ്സിംഗ് ആണ്. ബട്ട് സ്റ്റിൽ അത് ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല. കാരണം ആ പൈനാപ്പിളിൻ്റെ മധുരവും ക്യാപ്സിക്കത്തിൻ്റെ ക്രിസ്പിനെസ്സും നൂഡിൽസിന് ചെറിയൊരു സ്മോക്കി ഫ്ലേവറും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് MSG കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ MSG ഇല്ലാത്ത ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് റെക്കമെൻഡ് ചെയ്യും. സാധാരണ നൂഡിൽസിൻ്റെ ടേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്ത് ഇത് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവറാണ്. കാരണം പൈനാപ്പിൾ ഇട്ട നൂഡിൽസ് അത്ര അധികം ആൾക്കാർ കഴിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാനും ആക്ച്വലി ആദ്യമായിട്ട് തന്നെയാണ് കഴിക്കുന്നത്. ഈ കളറ്, യെല്ലോ കളർ കണ്ടിട്ടാണ് ഇതൊരു പക്ഷേ സിംഗപ്പൂർ നൂഡിൽസ് ആയിരിക്കാമെന്ന് ഞാൻ ഗസ് ചെയ്തത്. നെക്സ്റ്റ് ഇനി താലിയിലുള്ളത് ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഇത് കുറച്ച് നമുക്കിടാം, ബാക്കി നമുക്ക് വീട്ടിലേക്ക് പാഴ്സൽ എടുക്കാമല്ലോ. ഇത് ടേസ്റ്റ് ചെയ്യാൻ മാത്രം എടുത്താൽ മതി. ഞാനൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ സ്മെല്ലിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് അത്യാവശ്യം സ്പൈസിയാണ്. പക്ഷേ നോർമലി നമ്മൾ കടയിൽ പോയി കഴിക്കുന്ന ആ ഒരു ഷെഷ്വാൻ റൈസിൻ്റെ ഫ്ലേവർ അല്ല. ഇവിടെ തന്നെ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഷെഷ്വാൻ പേസ്റ്റ് ആണെന്ന് തോന്നുന്നു. നോർമലി കടകളിൽ യൂസ് ചെയ്യുന്ന ഷെഷ്വാൻ ഫ്ലേവറിന് എപ്പോഴും ഒരു പുളിപ്പുണ്ടാവും. കാരണം അത് പ്രീമെയ്ഡ് ആയതുകൊണ്ട് തന്നെ വിനീഗറിൻ്റെ പ്രസൻസ് അതിൽ ഉണ്ടാകുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്ന ഫ്രൈഡ് റൈസിൽ ഒരു പുളിപ്പിൻ്റെ അംശം കൂടുതലുണ്ടാകും, കുറച്ച് മധുരം ഉണ്ടാവും, ഒരു സ്പൈസിനെ കട്ട് ഡൗൺ ചെയ്യാൻ. ഇതങ്ങനെയല്ല, ഇതാ ഒരു ഷാർപ്പ് സ്പൈസി കിക്ക് ഇതിനകത്തുണ്ട്. ഞാൻ അതും ഇവരോടൊന്ന് ചോദിച്ച് കൺഫേം ചെയ്യണം. കാരണം അങ്ങനെ ഫ്രഷായിട്ട് അവിടെ തന്നെ ഷെഷ്വാൻ സോസ് ഉണ്ടാക്കുന്ന ഒരു റെസ്റ്റോറൻറ്റും പാലക്കാട് ഉള്ളതായിട്ട് എനിക്കറിവില്ല. ഞാൻ കഴിച്ചുള്ളതനുസരിച്ച് എല്ലാം ഒന്നില്ലെങ്കിൽ ചിങ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീബ. ഇതങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവരോടൊന്ന് ചോദിക്കണം. സൈഡിലുള്ള പനീറിൻ്റെ കാര്യം ഞാൻ മറന്നു പോയിട്ടില്ല. അപ്പോൾ അതും ഈ ഒരു ഷെഷ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാം. കാരണം അത് കുറച്ച് സ്വീറ്റാണ്. അപ്പോൾ ഈ ഒരു സ്പൈസിനെസിൻ്റെ കൂടെ അത് ഒരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഷെഷ്വാൻ റൈസും ടേസ്റ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് നോർമൽ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അതും ടേസ്റ്റ് ചെയ്യട്ടെ. ഇത്രയും മതി, ബാക്കി പാഴ്സൽ എടുക്കാം. കാരണം ഏകദേശം എൻ്റെ വയറ് നിറഞ്ഞു. ആ പാൽപ്പൊറോട്ട കഴിച്ചപ്പോൾ തന്നെ ഇത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ എന്തായാലും സമയം ഒരു 6:45 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വിശക്കുമ്പോൾ കഴിക്കാനായിട്ട് ഇത് ഞാൻ പാഴ്സൽ എടുക്കുകയാണ് വീട്ടിലേക്ക്. നല്ല ഫ്രൈഡ് റൈസ് ആണല്ലോ. പാലക്കാട് ഞാൻ നോർമലി കഴിക്കാറുള്ള പല ഫ്രൈഡ് റൈസിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് വിത്തൗട്ട് അജിനോമോട്ടോ. അത് ഞാൻ അടിവരായിട്ട് പറയാം. യൂഷ്വലി ഞാൻ പറയാറുണ്ട്, അജിനോമോട്ടോ ഉപയോഗിക്കാതെ ഫ്രൈഡ് റൈസോ നൂഡിൽസോ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ യാതൊരു ഫ്ലേവറും ഉണ്ടായിരിക്കില്ല എന്ന്. പക്ഷേ ഇതങ്ങനെയല്ല. അജിനോമോട്ടോയുടെ നീഡില്ലാതെ തന്നെ ഇതിനൊരു നല്ല ഫ്ലേവർ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അജിനോമോട്ടോയുടെ പേർപ്പസ് ഇസ് ടേസ്റ്റ്. അപ്പോൾ ആ ഉമാമി ഇല്ലാതെ ഇവർ ഉപ്പും പഞ്ചസാരയും പെപ്പറും വേറെ എന്തോ ഒരു സ്പൈസ് കിട്ടുന്നുണ്ട്, സ്പ്രിംഗ് ഓണിയനും എല്ലാം ചേർത്തിട്ട് തന്നെയാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, ഒരു ഷോർട്ട് കട്ടൊന്നും എടുത്തിട്ടില്ല. നല്ല ഫ്ലേവറുള്ള ഫ്രൈഡ് റൈസാണ്. നിങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് ഇവിടുന്ന് പാഴ്സൽ എടുക്കുക. ഐ തിങ്ക് ഇവർക്ക് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഉണ്ടെന്ന് തോന്നുന്നു. P2V റെസ്റ്റോ കഫേ എന്നാണ് പേര്. ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് നോക്കുക. കാരണം അത് ഒരു കാര്യം ആലോചിക്കുക, ബാക്കി സ്ഥലങ്ങളിൽ പല സ്ഥലത്തും അജിനോമോട്ടോ യൂസ് ചെയ്യാറുണ്ട്, ഇവിടെ അജിനോമോട്ടോ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്.
അപ്പോൾ ഇനി ഈ 2 റൈസ് മാത്രമേ ബാക്കിയുള്ളൂ. ആ 2 റൈസ് ഒന്ന് പാഴ്സലാക്കാൻ വേണ്ടി പറയണം. ഞാൻ എന്തായാലും ഒന്ന് ഹാൻഡ് വാഷ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. വാഷ് ചെയ്യാൻ വന്നപ്പോഴും ഇവിടെ ഒരു ക്ലേ പോട്ട് പോലെയാണ് വാഷ് ബേസിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അയ്യോ ഭയങ്കര ഫോഴ്സ്. ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഇവരുടെ വാഷ് ബേസിനും വളരെ യുണീക്കായിട്ട് തോന്നി. ആ ഒരു മൺചട്ടിയുടെ മോഡലാണ് അവർ ചെയ്തേക്കുന്നത്. ഏകദേശം ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റൊക്കെ ഇട്ടു, ഒരു പ്രത്യേക ആംബിയൻസായി. അപ്പോൾ ബില്ല് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആൾക്കാർ എന്തുകൊണ്ട് കയറാതെ ഇരിക്കാം, ഞാൻ തന്നെ പറഞ്ഞില്ലേ ഇത് ചിലപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും വിചാരിക്കാനുള്ള കാരണം ഈ ഫെൻസിങ് ആണ്. ഇവിടെ എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഹോട്ടലിൻ്റെ നേരെയല്ല എൻട്രൻസ് വന്നിരിക്കുന്നത്, എൻട്രൻസ് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടേ തോന്നും. ഇവിടെയാണ് അവർ എൻട്രൻസ് സ്ട്രെയിറ്റ് വെച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓക്കെ കട തുറന്നിട്ടുണ്ട് എന്നെങ്കിലും കാണിക്കാം. പിന്നെ ഈ 2 സൈഡുള്ള സീറ്റിങ്ങിലും ഈ ഇതൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, ഒരു ക്ലോസ്ഡ് ഓഫ് ആയിട്ടുള്ളൊരു ഫീലാണ്. ഇവിടെ ചെറിയ ഫെൻസിങ്, ഇത്ര ഹൈറ്റായിട്ടുള്ള ഫെൻസിങ് അല്ലാതെ ചെറിയൊരു ഫെൻസിങ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഇവിടെ ഒരു ബുദ്ധൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ്, ഒരു ഓപ്പൺ കോൺസെപ്റ്റാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ ഇഷ്ടം പാലക്കാട് ചെറിയൊരു മ്യൂറലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബില്ല് ചോദിക്കാം. ഇതാണ് P2Vയുടെ മെനു. ഞാൻ ആദ്യമേ കണ്ടില്ല, ഇപ്പോഴാണ് പുറത്തെടുത്ത് വെച്ചത്. ബില്ല് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടും. ഇതാണ് ബില്ല്. പനീർ പാൽ പൊറോട്ടയ്ക്ക് 199, ആ 4 ഐറ്റം ഉണ്ടായിരുന്ന ചൈനീസ് താലി, എല്ലാം ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്ത റൈസും ഉണ്ടായിരുന്ന താലിക്ക് വെറും 179 ഉള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 179 അതൊരു ആബ്സല്യൂട്ട് ഡീലാണ്. ഇവർ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ബുദ്ധി ഇവർക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ആ ചൈനീസ് താലി ഒന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ ബില്ല് പേ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചു, ബില്ല് പേ ചെയ്തു. ഞാൻ പിന്നെയും പറയുകയാണ്, ഫോർ 179 ആ ചൈനീസ് താലി ആബ്സല്യൂട്ട്ലി വർത്തിട്ടാണ്. കഴിച്ചു നോക്കിക്കോളൂ. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ക്രൗഡൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് വെജിറ്റേറിയൻ ഫുഡാണ്. വെജിറ്റേറിയൻ ഫുഡിൽ ഇത്രയും വെറൈറ്റി കൊടുക്കുന്നു. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, ചാറ്റ്സ്, ഐസ്ക്രീം, അതുപോലത്തെ പല കാര്യങ്ങളും ഇവിടെ ഇവർ കൊടുക്കുന്നുണ്ട്. പുറത്തൊരു ചായപ്പിടിയുണ്ട്. സോ വീണ്ടും എല്ലാ വ്യൂവേഴ്സിനും ഒരു ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു. ഞാൻ പാഴ്സൽ അവിടെ നിന്ന് എടുക്കാൻ മറന്നു, അപ്പോൾ കൊണ്ടുതന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.